നോക്കിയേ, വളരെ സൂപ്പർ ഡീലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് മാറ്റാം. നമ്മളൊരു പാത്രം എടുക്കണം ആദ്യം. ആ പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതുപോലെ ഇത് മാറ്റാം. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവരും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ല സൂപ്പറാണ്. നമ്മൾ ആ വെളുത്തുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് വെളുത്തുള്ളി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുളകില്ല. നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ സൂപ്പറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് ഈ ക്യാരറ്റ് ചോറിലേക്ക് ഇടാം. ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മുളക് കുറച്ച് ഇങ്ങനെ നമ്മളെല്ലാം കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ടെന്ന് അത്ര ഇട്ട് കൊടുത്താൽ മതി. കാരണം ഞങ്ങൾ നാളെ പോകുന്നു, അതാണ്. അപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി അവയപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില മുറ്റത്ത് കുറച്ചുകൊണ്ട് വരും. നമ്മൾ നന്നായിട്ട് കറിവേപ്പിലൊക്കെ പറിക്കേണ്ടതാണ്. അപ്പം നമ്മൾ പറിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി നേരെ കുക്കിങ്ങിലേക്ക് വീണ്ടും പോകാം. ഗൈസ് നമ്മളിതാ നമുക്ക് ആവശ്യത്തിനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വഴുതി പോലെ ഇട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ നമ്മളിത് പകുത്ത് വെക്കണം. ഇത്രയും പകുത്താൽ മതി അല്ലേ? അപ്പൊ ഇത്രയും ക്യാരറ്റിലേക്ക് ഇടാം. അപ്പൊ നമ്മൾ ഇത്രയും ജീരകം മതി, കാരണം ക്യാരറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത്രയും മതി. ഓക്കെ. മഞ്ഞപ്പൊടി ഇടാം. എത്ര സ്പൂൺ ഇടണം? 4 സ്പൂണാണ് നമ്മളുണ്ട്. അപ്പൊ നമ്മള് 4 സ്പൂൺ തന്നെ ഇടാം. ഇത്രയും മഞ്ഞപ്പൊടി ഇട്ടാലും മതി. ഉണ്ടോ? ആൾക്കാർക്ക് അത്രയും ഇടാം. ഇപ്പൊ കാശ് നമ്മൾ ഇത്ര ഉപ്പിട്ടാലും മതി. ഇപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പുറത്തോട്ടൊന്നും പോയല്ലോ, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ. ഞാൻ ഇപ്പോൾ കുറേ വലുതായി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുക്കിങ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം ക്യാരറ്റ് ചോറിനല്ലേ. എന്തെങ്കിലും വന്നാൽ പിന്നെ നമ്മൾ അതിന് നോക്കാൻ നിൽക്കണം. അപ്പം ഇത് ഞാൻ കുറേ നാളായി. എന്നെ ഇത് ആരാ പഠിപ്പിച്ചത് നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. ഇതെൻ്റെ അച്ഛനാ പഠിപ്പിച്ചത് കണ്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത്രയും ഫുഡ് വേസ്റ്റ് ആയി പോകില്ല. നമ്മൾ ഇതിൻ്റെ ഫുള്ള് കണ്ട ഈ അടിയിലും അവിടെ നമ്മൾ ഫുള്ള് കോരിയിടണം. നമ്മൾ ചീനിച്ചട്ടി വേറെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല, അത് ഇങ്ങനെ ഒഴിച്ചാൽ മതി. കണ്ടോ, ഇത്രയും കുറച്ച് മതി. കണ്ടോ, നന്നായിട്ട് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളാണെങ്കിൽ ചീനിച്ചട്ടിയിലേക്ക് ഇനി ഇതെല്ലാം കൂടെ ഇടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് ഗൈസ് കണ്ടോ, നമ്മൾ ചീനിച്ചട്ടിയിലോട്ട് ഈ നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഗൈസ് നമുക്ക് കടുക് ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ വറ്റൽമുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ കിടന്ന് പൊട്ടിക്കോളും. നിങ്ങൾ ഒരു കാരണവശാലും ഒന്നും നോക്കണ്ട. കടുകൊക്കെ പൊട്ടി അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാരറ്റ് ചേർക്കാം. അപ്പൊ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നേരത്തെ മിക്സ് ചെയ്തില്ലേ, അതേപോലെ നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നല്ല കിടിലൻ ക്യാരറ്റ് ചോറായിട്ടുണ്ട്. അപ്പൊ തിന്നേണ്ട ആൾക്കാർ ഉണ്ടാക്കി കഴിച്ചോട്ടെ. നല്ല സൂപ്പർ കിടിലൻ ക്യാരറ്റ് ചോറ് കഴിച്ചിട്ടുണ്ട് അല്ലേ. നല്ല സൂപ്പർ. തിന്നു നോക്കിയ നിങ്ങൾ. അപ്പൊ ഇന്നത്തെ ഡിഷ് അങ്ങനെ ഉണ്ട്. സൂപ്പർ. താങ്ക് യു.